ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ഡഗ്ലസ് ആഡംസ് എഴുതിയ ദ ഹിച്ച്ഹൈക്കേഴ്സ് ഗൈഡ് ടു ദ ഗാലക്സി എന്ന പുസ്തകം. ഹിച്ച്ഹൈക്കർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലിഫ്റ്റ് വാങ്ങിച്ചിട്ട് യാത്ര ചെയ്യുന്ന ആളാണ്. സാധാരണ നമ്മൾ ലിഫ്റ്റൊക്കെ വാങ്ങിക്കുമ്പോൾ കുറച്ച് ദൂരമാണ് പോകാൻ. ഇത് പക്ഷേ ഹിച്ച്ഹൈക്കറിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എത്ര ദൂരം പോകുന്നുണ്ടോ അത്രയും ദൂരം എങ്ങനെയെങ്കിലും ലിഫ്റ്റ് വാങ്ങിച്ച് പരമാവധി പൈസ ചെലവാകാതെ അങ്ങനെ യാത്ര ചെയ്യുന്നവരാണ് ഹിച്ച്ഹൈക്കേഴ്സ്. ഇങ്ങനെ ഹിച്ച്ഹൈക്ക് ചെയ്യുന്നവർക്ക് പ്രപഞ്ചം മുഴുവൻ കറങ്ങാൻ വേണ്ടി ഒരു ഗൈഡ് ബുക്ക് ഉണ്ടെങ്കിലും അങ്ങനെ ഒരു പുസ്തകത്തിന്റെ കഥയാണ് ശരിക്കും ഹിച്ച്ഹൈക്കേഴ്സ് ഗൈഡ് ടു ദ ഗാലക്സി. ആ ഹിച്ച്ഹൈക്കേഴ്സ് ഗൈഡ് ടു ദ ഗാലക്സി ഒരു ഇലക്ട്രോണിക് പുസ്തകമാണ്. അതായത് നമ്മുടെ ഒരു ടാബ്ലറ്റ് പോലെയൊക്കെ ഇരിക്കും. അത് എന്താണെന്ന് വെച്ചാൽ അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അർസ മൈനർ, അതായത് ആ നക്ഷത്രങ്ങളുടെ അടുത്തുള്ള ഒരു പബ്ലിഷിംഗ് ഗ്രൂപ്പാണ്. ആ പുസ്തകത്തിൽ എന്ത് സെർച്ച് ചെയ്യുന്നു, അത് പ്രപഞ്ചത്തിനെ കുറിച്ചുള്ള ഏത് അറിവും അതിലുണ്ട്. എന്നാൽ ഭൂമിയെക്കുറിച്ചുള്ള അറിവൊക്കെ വളരെ കുറവാണ്. അത് കഥ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ പുസ്തകവും അതിന്റെ റിസർച്ചിനായിട്ട് ഭൂമിയിൽ വന്ന ഫോർഡ് പ്രീഫെക്ട് എന്നൊരാളും അയാൾ പരിചയപ്പെടുന്ന ആർതർ ഡെന്റ് എന്നൊരു മനുഷ്യനും ഇവർക്ക് പിന്നീട് അവരെ യാത്ര പോകുന്നതും അങ്ങനെ അവർക്കുണ്ടാകുന്ന വിവിധ അഡ്വഞ്ചേഴ്സുമാണ് ശരിക്കും ഈ പുസ്തകത്തിലുള്ളത്. ഹിച്ച്ഹൈക്കേഴ്സ് ഗൈഡ് ടു ദ ഗാലക്സി BBC റേഡിയോയിൽ ഒരു സീരീസായി സംപ്രേഷണം ചെയ്തിരുന്നതാണ്. 1978 അത് ആദ്യം സംപ്രേഷണം ചെയ്തു വന്നത്. പിന്നീട് 1980 അത് പുസ്തകമായി പബ്ലിഷ് ചെയ്തു. അപ്പോൾ ഡഗ്ലസ് ആഡംസ് യൂറോപ്പിലൂടെ ഇങ്ങനെ ചെറുപ്പകാലത്ത് ഹിച്ച്ഹൈക്ക് ചെയ്ത് തന്നെ യാത്ര ചെയ്യുന്നതിനിടയിൽ ഒരിക്കലും 3 ബിയർ അങ്ങാണ്ട് കുടിച്ചിട്ട് പുള്ളി ഒരു തുറന്ന ഫീൽഡിൽ പോയി കിടന്നുറങ്ങുകയാണ്. ആ സമയത്ത് അയാൾ ഈ കയ്യിലൊരു പുസ്തകമുണ്ട്, ഹിച്ച്ഹൈക്കേഴ്സ് ഗൈഡ് ടു യൂറോപ്പ്. അപ്പൊ അത് അയാൾ പിടിച്ചുകൊണ്ട് അയാൾ ഇങ്ങനെ കിടക്കുമ്പോൾ മുകളിൽ നക്ഷത്രങ്ങളൊക്കെ കാണുന്നു. അപ്പോൾ ഉണ്ടായൊരു തോന്നലിൽ നിന്നാണ് ഈ പുസ്തകത്തിനുള്ള ഐഡിയ വരുന്നത്. അതായത് ഈ ഹിച്ച്ഹൈക്കേഴ്സ് ഗൈഡ് ടു യൂറോപ്പ് പോലെ ഈ യൂണിവേഴ്സിന് മൊത്തമായിട്ട്, അതായത് പ്രപഞ്ചത്തിൽ എങ്ങോട്ട് പോകാൻ വേണമെങ്കിലും ഒരു പുസ്തകം, ഒരു ഗൈഡ് ഉണ്ടായിരുന്നെങ്കിലോ, എങ്കിൽ പിന്നെ എപ്പോഴേ സ്ഥലം കാര്യമാക്കുമായിരുന്നു എന്ന് ഡഗ്ലസ് ആഡംസ് ആലോചിക്കുന്നു. അങ്ങനെ ഒരു ഐഡിയയിൽ നിന്ന് വന്നതാണ് ഈ പുസ്തകം. അതായത് ബ്രിട്ടീഷ് ഹ്യൂമർ എന്ന് അറിയപ്പെടുന്ന ഒരു പ്രത്യേകതരം ഈ നർമ്മമുണ്ട്. അതിന്റെ പ്രൈം എക്സാമ്പിൾ ആണ് ശരിക്കും ഹിച്ച്ഹൈക്കേഴ്സ് ഗൈഡ് ടു ദ ഗാലക്സി. അതൊരു പ്രത്യേക തരത്തിൽ സറ്റയറും അതുപോലെ തന്നെ സാധാരണ ജീവിതത്തിന്റെ പല കോമഡി കാര്യങ്ങളും അത് പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന പ്രത്യേകതരം ഒരു ഹ്യൂമറാണ് ബ്രിട്ടീഷ് ഹ്യൂമർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഹിച്ച്ഹൈക്കേഴ്സ് ഗൈഡ് ടു ദ ഗാലക്സി എന്ന പുസ്തകം അതിങ്ങനെ സയൻസ് ഫിക്ഷനും കോമഡിയും കൂടെ മിക്സ് ചെയ്ത് അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ എഴുതപ്പെട്ടൊരു പുസ്തകമാണ്. വായിക്കാൻ നല്ല രസമാണ്, കോമഡിയും ഉണ്ട്. അതേസമയം നിങ്ങളെ ഒരു പ്രത്യേക രീതിയിൽ ചിന്തിപ്പിക്കാൻ ഈ പുസ്തകത്തിന് കഴിയും. അപ്പോൾ ഈ പുസ്തകം കാണുമ്പോൾ തന്നെ അറിയാം ഇച്ചിരി വലുതാണ്. പക്ഷേ ഇത് പല കഥകളുടെ ഒരു കളക്ഷനാണ്. അതായത് 4 നോവലുകളുണ്ട്. അതിന്റെ ഒരു കളക്ഷൻ ആയിട്ടാണ് ഈ ഒമിനിബസ് ആയിട്ടാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് എപ്പിസോഡായിട്ടാണല്ലോ ഇറങ്ങിയിരുന്നത്. ആദ്യം തന്നെ BBC റേഡിയോ സംപ്രേഷണം ചെയ്യുമ്പോൾ പല എപ്പിസോഡുകളായിട്ടാണ് ഇറങ്ങിയത്. അപ്പൊ ഇത് തമ്മിലുള്ള കണക്ഷനും വളരെ രസകരമായ രീതിയിലാണുള്ളത്. അതേസമയം എങ്ങനെ വായിച്ചാലും ഇത് ഒരു ഈസി റീഡുമാണ്. അതേസമയം നമുക്ക് എന്താ പറയുക, വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു വായനാനുഭവമാണ് ഹിച്ച്ഹൈക്കേഴ്സ് ഗൈഡ് ടു ദ ഗാലക്സി. ഏതായാലും കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്ത് തരും. കഥ തുടങ്ങുമ്പോൾ ആർതർ ഡെന്റ് ഒരു ദിവസം വ്യാഴാഴ്ച രാവിലെ ഹാങ് ഓവർ ആയിട്ട് എഴുന്നേൽക്കുകയാണ്. അയാൾ കിച്ചണിൽ നിന്ന് വെളിയിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു ബുൾഡോസർ നിൽപ്പുണ്ട്. അങ്ങനെ പതിയെയാണ് അയാൾക്ക് ഓർമ്മ വരുന്നത് തൻ്റെ വീട് ഇടിച്ചു പൊളിക്കാൻ പോവുകയാണെന്നുള്ളത്. അയാൾ അത് അറിഞ്ഞത് കഴിഞ്ഞ ദിവസം മാത്രമാണ്. അപ്പോൾ തന്നെ അയാൾ പ്ലാനിംഗ് കൗൺസിലിന്റെ ഓഫീസിലൊക്കെ പോവുകയും അതിന്റെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ തിരക്കുകയും ചെയ്തു. അതിന്റെ ഫ്രസ്ട്രേഷനൊക്കെ തീർക്കാൻ വേണ്ടിയാണ് തലേ ദിവസം കുടിച്ചത്. അപ്പോൾ അതിന്റെ ഹാങ് ഓവറിലാണ് അയാൾ എഴുന്നേൽക്കുന്നതും. മറ്റു വഴിയൊന്നുമില്ല എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് അയാൾ നേരെ പോയി ഈ ബുൾഡോസറിന് മുമ്പിൽ കിടക്കുകയാണ്. ബുൾഡോസറിന്റെ കൂടെ വന്നിരിക്കുന്നത് കൗൺസിലിന് വേണ്ടി വർക്ക് ചെയ്തിരിക്കുന്ന പ്രോസയാണ്. അപ്പോൾ പ്രോസ പറയുന്നുണ്ട്, നിങ്ങൾക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യണമായിരുന്നെങ്കിൽ ഇത് നേരത്തെ ചെയ്യണമായിരുന്നു. ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവിടുത്തെ നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ട് കുറെ കാലമായി. അപ്പോൾ ആർതർ ഡെന്റ് പറയുന്നുണ്ട്, ശരിയാണ്, അതിന്റെ നോട്ടീസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ അവസാനം ആ പ്ലാനിംഗ് കൗൺസിലിന്റെ ബേസ്മെന്റ് വരെ പോകേണ്ടി വന്നു. ഇതൊന്നും അറിയാതെ ഒരാൾക്കും അറിയാൻ സാധിക്കില്ല എന്ന് ഉറപ്പുണ്ടായിട്ടാണല്ലോ നിങ്ങളിത് പൊളിക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ പ്ലാനിംഗ് കൗൺസിലിന്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ആർതർ ഡെന്റിന്റെ വീട് പൊളിച്ചിട്ട് ആ വഴി ഒരു ബൈപ്പാസ് പണിയുക എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ആർതർ ഡെന്റ് അവിടുന്ന് കുലുങ്ങുന്ന ലക്ഷണമൊന്നുമില്ല. ഡെന്റ് പറയുന്നുണ്ട്, ഏതായാലും നമുക്ക് നോക്കാം, ആദ്യം എന്തിനു തുരുമ്പ് പിടിക്കുമെന്ന് നോക്കാം, എനിക്കോ അതോ ബുൾഡോസറിനോ. അങ്ങനെ ഡെന്റ് ആ ബുൾഡോസറിന് മുമ്പിൽ കിടക്കുകയാണ്. അപ്പോഴാണ് ആർതറിന്റെ സുഹൃത്തായ ഫോർഡ് പ്രീഫെക്ട് അവിടെ എത്തുന്നത്. ഫോർഡ് പ്രീഫെക്ട് വന്നിട്ട് കുറച്ച് നേരത്തെ ഡിസ്കഷന് ശേഷം നമ്മുടെ ഈ കൗൺസിലിന്റെ വർക്കറായ പ്രൊഫസറിനെ വിളിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ട് അയാളെ ബുൾഡോസറിന് മുമ്പിൽ കിടത്തുകയാണ്.
ഫോർഡ് അയാളെ സമ്മതിപ്പിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ പുള്ളി പറയുന്നു ഏതായാലും ആർതർ ഇതിന് മുമ്പിൽ നിന്ന് മാറത്തില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നവരെല്ലാവരും ചുമ്മാ ഇവിടെ നിൽക്കത്തേ ഉള്ളൂ. അപ്പോൾ ഏതായാലും എല്ലാവരുടെയും സമയം പോകും. അപ്പോൾ അതിനേക്കാളും നല്ലത് ഞാൻ തൽക്കാലം ഇപ്പോൾ എനിക്ക് ആർതറിനെ കൊണ്ടൊരു ആവശ്യമുണ്ട്, അപ്പോൾ അവനെ കൊണ്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ പ്രൊഫസർ കുറച്ചു നേരം അവിടെ കിടക്കുകയാണെങ്കിൽ ആർതറിനെ വിളിച്ചുകൊണ്ട് പോകാം എന്ന് അയാൾ പറയുന്നു. അപ്പോൾ കുറച്ചു നേരം ഇങ്ങനെ ഇവർ തമ്മിൽ ആർഗ്യുമെന്റ് ഒക്കെ നടക്കുമെങ്കിലും അവസാനം പ്രൊഫസർ സമ്മതിക്കുകയാണ്. അതായത് ഫോർട്ട് പ്രീഫെക്ട് വന്ന് ആർതറിനെ വിളിച്ചുകൊണ്ട് അടുത്തുള്ള പബ്ബിലേക്ക് പോകുന്നു. അവിടെ ചെന്നിട്ട് 3 ബിയർ ഓർഡർ ചെയ്യുന്നു. അവർ കുടിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ആർതർ ചോദിക്കുന്നു എന്റെ വീട് നശിപ്പിക്കാൻ പോവാണ്, നീ ഇപ്പോൾ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ഫോർട്ട് പ്രീഫെക്ട് പറയുന്നു ഇറ്റ് ഡസന്റ് മാറ്റർ, അതായത് നിന്റെ വീടോ അതൊന്നും ഒരു പ്രശ്നമല്ല, തൽക്കാലം ഇപ്പോൾ ബിയർ കുടിക്കുക, അത് ഒരു മസിൽ റിലാക്സിംഗ് ആയിട്ട് വർക്ക് ചെയ്യുമല്ലോ. അപ്പോൾ ആർതറിന് മൊത്തം ഡൗട്ടായി, ഓൾറെഡി ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്, വീട് നശിപ്പിക്കാൻ ആൾ വന്നിരിക്കുന്നു, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അന്നേരം എന്തേ കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് ബാറിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഫോർട്ട് പ്രീഫെക്ട് പറയുന്നു ഏതാനും നിമിഷത്തിനുള്ളിൽ, അതായത് ഏകദേശം 8 മിനിറ്റിനുള്ളിൽ ഭൂമി നശിപ്പിക്കപ്പെടാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഏതായാലും ഇപ്പോൾ ബിയർ കുടിക്കുക, എത്രയും പെട്ടെന്ന് ഒരു ലിഫ്റ്റ് കിട്ടുമെന്ന് ഞാനും നോക്കട്ടെ എന്ന് ഫോർട്ട് പ്രീഫെക്ട് പറയുന്നു. ഫോർട്ട് പ്രീഫെക്റ്റും ആർതർ ഡെന്റും പബ്ബിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്ക് വോഗോൺ ഫ്ലീറ്റ് ഭൂമി നശിപ്പിക്കാനായി അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഭൂമി മുഴുവൻ നിശബ്ദമായി. പിന്നെ സംഭവിക്കുന്നത് ഒരു അനൗൺസ്മെന്റ് വരികയാണ്. ഞാൻ വോഗോൺ ജെൽസ്, പ്രോസ്റ്റന്റിക് വോഗോൺ ജെൽസ് ആണ്, ഗലാക്ടിക് ഹൈപ്പർസ്പേസ് പ്ലാനിംഗ് കൗൺസിലിൽ നിന്നാണ്. ഇതാണ് അനൗൺസ്മെന്റ്. നിങ്ങളുടെ സ്റ്റാർ സിസ്റ്റത്തിൽ കൂടെ പുതിയൊരു ഹൈപ്പർസ്പേസ് ഹൈവേ ഞങ്ങൾ നിർമ്മിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഭൂമി നശിപ്പിക്കാൻ പോവുകയാണ്. ഇതായിരുന്നു അനൗൺസ്മെന്റ്. ഇത് കേട്ട് ഭൂമി മുഴുവൻ ആൾക്കാരെല്ലാം ബഹളം വെക്കാൻ തുടങ്ങി. പെട്ടെന്ന് വീണ്ടും ഒരു അനൗൺസ്മെന്റ് വരുന്നു. ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷനൊക്കെ ഞങ്ങൾ ആൽഫ സെന്ററി അവിടുത്തെ ഓഫീസിൽ, അവിടുത്തെ നോട്ടീസ് ബോർഡിൽ ഇട്ടിരുന്നു. നിങ്ങൾ ലോക്കൽ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാത്തത് ഞങ്ങളുടെ പ്രശ്നമല്ല. ഇത് വെറും ഒരു 3 ലൈറ്റ് ഇയർ ദൂരം മാത്രമാണ് നിങ്ങളുടെ ഭൂമിയിൽ നിന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കുറ്റപ്പെടുത്തലുകളൊക്കെ നടത്തിയതിനു ശേഷം ഈ സ്പേസ് ഷിപ്പ് പോവുകയാണ്. അതോടൊപ്പം പറയുന്നു 2 നിമിഷത്തിനുള്ളിൽ നിങ്ങളുടെ ഭൂമി നശിപ്പിക്കാൻ പോവുകയാണ്. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. ഫോർട്ട് പ്രീഫെക്റ്റും ഫോർട്ട് പ്രീഫെക്റ്റിന്റെ സഹായത്തോടു കൂടി ആർതർ ഡെന്റും രണ്ടുപേരും എങ്ങനെയോ ലിഫ്റ്റ് വാങ്ങിച്ച് ഈ വോഗോൺ ഫ്ലീറ്റിൽ കയറി പറ്റുന്നു. അവിടെ നിന്ന് അവരുടെ അഡ്വഞ്ചർ തുടങ്ങുകയാണ്. ആർതർ ഡെന്റിന് ഭയങ്കര സങ്കടമാണ്. അതായത് സ്വന്തം വീട് നഷ്ടപ്പെടാൻ പോവുകയായിരുന്നു. പക്ഷെ അത് നശിപ്പിക്കുന്നതിന് മുമ്പേ ആരോ വന്ന് ഭൂമി നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആർതർ ഡെന്റ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പെട്ടെന്ന് ഇതാ ഏലിയൻസ് ഉണ്ട്, താനൊരു UFOയുടെ എങ്ങനെയോ ലിഫ്റ്റ് കയറി അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ കൺഫ്യൂഷനാണ് പിന്നെ കുറെ നേരത്തേക്ക് നടക്കുന്നത്. അപ്പൊ ഈ കൺഫ്യൂഷനിൽ നിന്ന് പിന്നെ അവർ ആ വോഗോൺ ഫ്ലീറ്റിലെ ഓഫീസേഴ്സിനെ കാണുകയും അവര് ഇവരെ പുറത്ത് സ്പേസിലേക്ക് തള്ളിയിടാനൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നു. അതിനുശേഷം അവര് ഈ ഗലാക്ടിക് പ്രസിഡന്റ് ആയ സാഫോദ് ബീബിൾ ബ്രോക്സ്, അതുപോലെ ഭൂമിയിൽ നിന്ന് തന്നെ വേറൊരു പെൺകുട്ടിയായ ട്രില്യൻ, വേറൊരു റോബോട്ടായ മാർവിൻ എന്നിവരെ പരിചയപ്പെടുത്തുന്നു. അങ്ങനെ ഇവർ പിന്നീട് പോകുന്ന യാത്രകളാണ് ഈ പുസ്തകത്തിൽ ആകമാനമുള്ളത്. അങ്ങനെ ഇവരുടെ യാത്രകളിലൂടെ ഇവർ അവസാനം എത്തിച്ചേരുന്നത് വലിയൊരു ചോദ്യമായ ദി ഗ്രേറ്റ് ക്വസ്റ്റ്യൻ ഓഫ് ലൈഫ്, യൂണിവേഴ്സ് ആൻഡ് എവറിത്തിങ്. ജീവിതം, പ്രപഞ്ചം, ഇതൊക്കെ എന്തിനുണ്ടായി, അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരവൊക്കെ തേടാൻ ഇവർ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇവർ പ്രതീക്ഷിക്കുന്ന ഉത്തരവൊന്നുമല്ല ഇവർക്ക് ലഭിക്കുന്നത്. ഈ പോകുന്ന പോക്കിൽ ആർതർ ഭൂമിയെക്കുറിച്ച് തന്നെ വേറെ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നു. താൻ വിചാരിച്ച പോലെ ഒന്നും അല്ലായിരുന്നു ഭൂമി. അപ്പൊ ഇങ്ങനെ ഒരു വളരെ സ്പെക്കുലേറ്റീവ് ആയ ഒരു ഫാന്റസി സയൻസ് ഫിക്ഷൻ ആണിത്. ഇതിന്റെ ഏറ്റവും ഗുണം എന്ന് പറഞ്ഞാൽ ഒരേ സമയം കോമഡിയും ഉണ്ട്, എന്നാൽ അതേസമയം നമ്മളെ കൊണ്ട് പല കാര്യങ്ങളും നമ്മൾ ജീവിതത്തെക്കുറിച്ച് ചിന്തിപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മൾ സ്വയം വിലയിരുത്താനുള്ള പല കാരണങ്ങളും ഈ നോവലിലും ഉണ്ട്. അപ്പോൾ എനിക്ക് ഫിലോസഫിക്കലായ പല ചോദ്യങ്ങളും ഇതിലുണ്ടെന്ന് തോന്നി. അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു റീഡായിരിക്കും ഈ പുസ്തകം. ഞാൻ ഉറപ്പായും എല്ലാവരെയും വായിക്കാൻ വേണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യും. ഡഗ്ലസ് ആഡംസ് എഴുതിയ ഹിച്ച്ഹൈക്കേഴ്സ് ഗൈഡ് ടു ദ ഗാലക്സി. ഹിച്ച്ഹൈക്കേഴ്സ് ഗൈഡ് ടു ദ ഗാലക്സിയുടെ ഒരു സിനിമാറ്റിക് അഡാപ്റ്റേഷൻ 2005 പുറത്തിറങ്ങിയിട്ടുണ്ട്. ബുക്കിൽ നിന്ന് വളരെയധികം വ്യത്യാസങ്ങൾ സിനിമയ്ക്കുണ്ട്. അതേസമയം ബുക്കിന്റെ ഒരു പാർട്ട് മാത്രമാണ് സിനിമയായി പുറത്തിറങ്ങിയിട്ടുള്ളത്. എന്നാൽ സിനിമയും വളരെ കാണാൻ നല്ല രസമുള്ള ഒന്നാണ്. അപ്പോൾ ഉറപ്പായും ഞാൻ സിനിമയും സജസ്റ്റ് ചെയ്യും. പറ്റുമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഈ ബുക്ക് വായിക്കണം. കാരണം ലൈറ്റ് റീഡാണ്, എളുപ്പത്തിൽ വായിക്കാം. അതേസമയം ഇതിലെ ഡിസ്ക്രിപ്ഷൻസ് വായിക്കാൻ വളരെ രസമാണ്. അതൊരു എൻസൈക്ലോപീഡിയ വായിക്കുന്ന പോലെ പല ഭാഗങ്ങളും നമുക്ക് തോന്നും. അപ്പോൾ ഒരു കൗതുകമുണർത്തുന്ന ഡിസ്ക്രിപ്ഷൻസ് മിക്കപ്പോഴും ഈ ബുക്കിൽ ഉടനീളമുണ്ട്. ബുക്കിനെ കുറിച്ച് നിങ്ങൾ എന്താണ് കരുതുന്നതെന്ന് ഞങ്ങളുടെ കമന്റ്സിൽ അറിയിക്കുക. ഇതുപോലെയുള്ള വേറെയും പുസ്തകങ്ങൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഇതുപോലെ നമ്മുടെ ഒരു വ്യൂവർ കമന്റ് ചെയ്തതാണ് ഈ പുസ്തകം റിവ്യൂ ചെയ്യണമെന്നുള്ളത്.
ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പുറത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എങ്കിൽ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.